ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയയിലേക്ക് കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാൻസസിനെ പറ്റിയിട്ടാണ്. യെസ്, സെക്കൻഡ് ചാൻസസ് നമ്മൾ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചു പോകുന്ന ഒരു സെക്കൻഡ് ചാൻസ്, ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു സെക്കൻഡ് ചാൻസ്, ഏതൊരു നിമിഷത്തിൽ ഇല്ലാണ്ടായിപ്പോയ ഒരുപാട് മൊമെൻറ്റ്സൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സെക്കൻഡ് ചാൻസ്. ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് സെക്കൻഡ് ചാൻസസിനെ കുറിച്ചിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടും ആലോചിച്ചിട്ടും ഒക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചതാവാം. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് ചാൻസസ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയാവും. ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടെ വെച്ച് ബ്രേക്ക് ആയത് വീണ്ടും പാച്ചപ്പ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള തോട്ടാവും. അങ്ങനെ എത്രയോ സെക്കൻഡ് ചാൻസസിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴായിട്ടും ആഗ്രഹിക്കാറുണ്ട്. കമ്മിങ് ഇൻ ടു അവർ ടോപ്പിക്, ഈ സെക്കൻഡ് ചാൻസസ് അങ്ങനെ എല്ലാവരും ഡിസേർവിങ് ആണോ? എത്ര ചാൻസസ് കിട്ടിയാലും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ജനറേഷനിൽ ഈ ഒരു സെക്കൻഡ് ചാൻസസ് എന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കണം, ഞാനൊരു സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ അവന് അല്ലെങ്കിൽ അവൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. മനുഷ്യരാണ്, തെറ്റുപറ്റും, അത് സ്വാഭാവികമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചില തെറ്റുകളൊന്നും അത്ര പെട്ടെന്ന് മറന്നു കളയാനോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെക്കാനൊന്നും പറ്റുന്ന ഒരു ടൈപ്പ് സംഭവങ്ങളായിരിക്കണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തൊട്ടപ്പുറത്തേക്കുന്ന ആളെ എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സ്, ആ ഒരു ട്രോമയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അധികമാവും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്ഥാനത്തായിരിക്കണം എന്നുള്ളതാണ്. ഒരാളുടെ നോർമൽ ലിവിങ്ങിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടാത്തത്രയും സ്ട്രെസ്സും ട്രോമയൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ, ഡു യു തിങ്ക് ദാറ്റ് യു ഡിസേർവ് ഇറ്റ്? ആൻഡ് അതുപോലെ ഒരു കാര്യമാണ്, പ്ലീസ് ഡോണ്ട് നോർമലൈസ് ഈച്ച് അതേഴ്സ് പ്രോബ്ലംസ് എന്നുള്ളത്. അത് നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത്. ഒരാൾ വന്നിട്ട് അവരുടെ സങ്കടം നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കാനിരിക്കുന്നതിന് മുമ്പിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ടോ, ഇതൊന്നും ഒന്നുമല്ല, നീ ഇന്ന ആളുടെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, അവർ പോയ വഴികളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഒക്കെ, എന്തൊരു മണ്ടത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ? പ്ലീസ് നെവർ ഡു ദിസ്. കാരണം അവർക്ക് നിങ്ങളുടെ ലെക്ചർ കേൾക്കാനൊന്നും ആയിരിക്കില്ല സമയമുള്ളത്. അവർക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു നല്ല ടൈറ്റ് ഹഗ്ഗായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ലിസണറിനെ ആയിരിക്കാം. അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ എന്തോ ചെയ്താൽ ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ലെക്ചർ എടുക്കാൻ നിൽക്കാണ്ട് അതിന് പകരം അവരെ കേൾക്കാനുള്ള ആ ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കും അവരുടെ സങ്കടങ്ങൾ എല്ലാവരെയും അറിയിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. അതത്ര എളുപ്പമുള്ള കാര്യമോ അല്ലെങ്കിൽ അതത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. ചില ആൾക്കാർ അവരുടെ സങ്കടങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എത്രമാത്രം വാല്യൂ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ്, ആ ഒരു ലവ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്. ഡസ് ഇറ്റ് മേക്സ് യു ഹാപ്പി? അത് നിങ്ങളെ ഹാപ്പി ആക്കുമോ എന്നുള്ളത്. ഈ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതിലൂടെ അത് നിങ്ങളെ ഹാപ്പി ആക്കുമോ എന്നുള്ള ഒരൊറ്റ ചോദ്യം. ഈ ഒരു കോൺടാക്സിൽ പലരും പറയുന്നൊരു കാര്യമാണ്, ഒരാൾക്ക് നമ്മളടുത്ത് ഇഷ്ടമാണ്, അതൊക്കെ അതിങ്ങ് വന്ന് പറഞ്ഞു, കുറച്ച് കാലം അവർ ഒരുമിച്ച് നിന്നു, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു, മെല്ലെ ആ ഒരു ഫീലിങ്സൊക്കെ പോയി, ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പോയിട്ട് ശേഷം നിങ്ങൾ മെല്ലെ ഒഴിവാക്കുന്നുള്ളത് മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ചില ആൾക്കാർക്ക് അതാവും ഇൻട്രസ്റ്റ് എന്നുള്ളത്, ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ലാതെ ചുമ്മാ ലിവിങ് ഇൻ ദ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവം. പക്ഷേ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പൊക്കെ ഫോക്കസ് ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിനോട് തീരെ താല്പര്യമില്ല എന്ന് തന്നെ പറയാം. ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഫോർ എവർ അല്ലെങ്കിൽ ഫോർ എ ലൈഫ് ടൈം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാർട്ട്ണർ തന്നെയാണ്. അത്ര എളുപ്പമൊന്നുമല്ല ഇങ്ങനെ ഒരാളെ കിട്ടാനായിട്ടെന്ന് നല്ലപോലെ അറിയാം. പക്ഷെ ചുമ്മാ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞ് ലാസ്റ്റിലൊക്കെ ചുമ്മാ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവരെ ഇട്ടേച്ച് പോയി അവരുടെ വെറുപ്പും അവർക്ക് ലൈഫ് ടൈം മുഴുവൻ സങ്കടപ്പെടാനുള്ള ഒരു റീസണായിട്ട് നമ്മൾ മാറുന്നതിലും എത്രയോ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് മെല്ലെ രണ്ടുപേർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു റിലേഷൻഷിപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ഒരു കൈൻഡ് ഓഫ് ചിന്തയാണ് എൻ്റെ മുഴുവൻ. ആകെ ഒരു ലൈഫിലേ ഉള്ളൂ, അത് നമ്മൾ എന്തിനാണ് ചുമ്മാ മറ്റുള്ളവരുടെ വെറുപ്പ് മേടിച്ച് കൂട്ടുന്നതെന്നുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ചിന്തകളാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു മറ്റൊരു പൊട്ടത്തനാണ്. പൊട്ടത്തനം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എക്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു വൺ സൈഡായിട്ടുണ്ടായിരുന്ന ഒരു ക്രഷിനെ കാണുമ്പോഴോ കാണാതെ പോലെ നടക്കുന്നതോ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ ഒളിച്ച് നടക്കുന്നതൊക്കെ, അവരോട് മിണ്ടാതിരിക്കുന്നതൊക്കെ ആക്ച്വലി ഇത്രയും മണ്ടൻ ഡ്രാമയുടെയൊക്കെ ആവശ്യമുണ്ടോ? അവരെ വീട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു സന്തോഷവും കാര്യമൊക്കെ അല്ലേ വേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഒരു കാലത്ത് അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളല്ലേ?
എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ന്യായീകരിക്കാനായിട്ട് നിങ്ങൾ പറയും അവരത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഒക്കെ. ഇഫ് ഇറ്റ് വാസ് എ ടോക്സിക് റിലേഷൻഷിപ്പ് അങ്ങനെയാണെങ്കിൽ പറയാം, അത് ഞാൻ ഓക്കെ ആണെന്ന് സമ്മതിക്കാം. പക്ഷേ ചുമ്മാ ഒരാവശ്യമില്ലാതെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ചുമ്മാ വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ബ്രേക്കപ്പ് ആവാനുള്ള മറ്റൊരു റീസണാണ് ട്രസ്റ്റ് ഇഷ്യൂ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് വേറെ ആരെങ്കിലും വന്നിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു, അവരുടെ അടുത്ത് ബ്രേക്കപ്പ് ആവശ്യപ്പെടുന്നു. ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് അവരുടെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിച്ച് നോക്കിക്കൂടെ? അവർ നിങ്ങളെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ നിങ്ങളെ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ്. അത് സോൾവ് ചെയ്യാനായിട്ടുള്ള വഴി കണ്ടെത്തുന്നുള്ളതാണ്. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യമാണ്, ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരാൾക്ക് നമ്മളെ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങൾ ഇല്ലാണ്ടാവുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആൻഡ് ഇഫ് someone tries to move away from you, that means they lost the interest on you എന്നുള്ളതാണ്. അങ്ങനെയുള്ള മൊമെൻറ്റിൽ അത് അത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അവർക്കൊരു അവരുടെ ഫീലിങ്സ് കൂടി റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ ഇഷ്ടം തോന്നുന്ന ടൈമിലാണെങ്കിൽ തന്നെ അവരുടെ അടുത്ത് അങ്ങ് തുറന്ന് പറയാമെന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട്, അവരവരുടെ ലൈഫിൽ നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തോ ഒരു സംഭവം ഉണ്ടാവും. എന്താ പറയുക, അതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, അതായത് ഈ കലിപ്പൻ കാന്താരി തിങ്സൊക്കെ മലയാളികൾ ഏതാണ്ട് ഇതൊക്കെ ഒഴിവാക്കിയ ഒരു ലൈനാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പാർട്ട്ണറിൻ്റെ അടുത്ത് ചുമ്മാ ഒരാവശ്യമില്ലാതെ വളരെ വൾഗറായിട്ട് തെറി വിളിക്കുന്ന അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് പരിപാടിയാണെന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് തന്നെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ്, ഇങ്ങനെ ഒരുപാട് ചാൻസ് കൊടുക്കുന്ന. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇതിന് ഭയങ്കരമായിട്ട് വെറുപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സെക്കൻഡ് ചാൻസ് ഇതിനെ പറ്റിയായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ടോപ്പിക്സിലൂടെയൊക്കെ കടന്നുപോയി. വീണ്ടും സെക്കൻഡ് ചാൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് റിഗ്രറ്റ് അടിക്കുക എന്നുള്ളത് നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ. അതൊക്കെ ഒന്ന് തിരുത്താനായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാൻ വേണ്ടി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്ത മിസ്റ്റേക്സിനൊക്കെ ഒരു സോറി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആയിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളോടാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ്തു പോയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോർത്ത് റിഗ്രറ്റ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഫോൺ എടുക്കുക, അവരുടെ അടുത്ത് ചോദിക്കുക, അവരെവിടെയാണെന്ന് ചോദിക്കുക, പോവുക, കാണുക. അവരുടെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സോറി നിങ്ങളടുത്ത് പറയാമെന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഐ നോ ഇറ്റ്സ് റിയലി ടഫ്, ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ നിങ്ങളൊന്ന് വിചാരിച്ചാൽ കാര്യം നടക്കുന്നുള്ളതാണ്. ഞാനിങ്ങനെ സെക്കൻഡ് ചാൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാനങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ തന്നെ പറയാം. പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസും അതും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്നുള്ളതാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഗൈസ്. കാരണം ഞാനൊരു ആംബിവേർട്ടാണെന്നൊക്കെ പറയാം. എനിക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാത്തിനും ഒരു സിങ്ക് ആവാനായിട്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതും അവിടുന്ന് ഷോ അടിച്ച കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതൊക്കെ സെക്കൻഡ് ചാൻസ് വേണമെന്ന് ചോദിച്ചാൽ അതങ്ങനെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നൗ ദേ നോസ് ഹു ഐ ആം. എനിവേസ് ദാറ്റ് വാസ് ഗ്രേറ്റ് മീറ്റിംഗ്. ആ ഒരു സ്റ്റോറിയൊക്കെ പിന്നെ നമുക്ക് ടൈം ആകുമ്പോൾ പറയാമെന്നുള്ളതാണ്. എനിവേസ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സെക്കൻഡ് ചാൻസസിനെ പറ്റിയിട്ടായിരുന്നു. നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അവർക്കൊരു സെക്കൻഡ് ചാൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? എവിടെയോ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മളില്ലാണ്ടാക്കിയ ഒരു സൗഹൃദമൊക്കെ നമ്മൾ വീണ്ടും തിരിച്ച് വരേണ്ടതില്ലേ? ശരിക്കും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും അതിനുള്ള ആൻസേഴ്സൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്ന ഉറപ്പാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് അക്ഷയാണ്, കൂടെയുള്ളത് അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.